മുറിയിലങ്ങ് കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി എങ്ങാണ്ടാകാറായി. 12 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി ആറായപ്പോൾ ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നാണെന്നറിയാമോ? ഒരു പാൻറ് മാത്രം, പാൻറ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ആളിനെയാണ് കാണുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ പലവർക്കും എന്താണ് സംഭവം എന്ന് മനസ്സിലായി കാണത്തില്ല. ഈ ലേറ്റസ്റ്റ് ആയിട്ട് മറുനാടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലുള്ളൊരു കാര്യമാണ് ഈ കേസ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം കഴിച്ച പയ്യൻ എന്ന് പറഞ്ഞ പത്തനംതിട്ടക്കാരൻ, അതുപോലെ തന്നെ ഒരു പെണ്ണെന്ന് പറയുന്നത് കോട്ടയംകാരിയാണ്. സോ ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഭർത്താവ് ഈ ഭാര്യയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. ഇതെന്താ ഭാര്യയ്ക്കൊന്നും മനസ്സിലായില്ല എന്താണെന്ന്. അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, അച്ഛൻ്റെ കുറച്ച് കുറച്ച് ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി പൈസ ഒക്കെ ഒപ്പിക്കണം, അതുവരെ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ പയ്യൻ പോകുന്നു. ഈ പയ്യനുണ്ടെങ്കിൽ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നതൊക്കെ. സോ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഈ പയ്യൻ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഇറ്റലിക്ക് എന്ത് ചെയ്തു, ഫ്ലൈറ്റ് കയറുകയാണ് ചെയ്തത്. ഫ്ലൈറ്റ് കയറിയ സമയത്തുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ മാമനുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ ഒരു പയ്യൻ കാര്യം പറഞ്ഞത്. ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെയല്ല, ആണെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു, എന്നെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം പൊയ്ക്കൊണ്ടിരുന്നു. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ന്യൂസ് പോലെ ആവാൻ തുടങ്ങി, എല്ലാവരും അറിയാൻ തുടങ്ങി. ഇതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടുകാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പയ്യനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ പയ്യനുണ്ടെങ്കിൽ ഇത് പറ്റിച്ചതാണ്, കാരണം ഞങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ എടുത്തിട്ട് മുങ്ങിയതാണ്, അല്ലാതെ എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ല, എൻ്റെ മോള് പെണ്ണ് തന്നെയാണ്, ഇവനുണ്ടെങ്കിൽ ഓരോന്നും അനാവശ്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊരു കേസാണ് ഈ പോലീസുകാർക്ക് കൊടുക്കുകയുണ്ടായിരുന്നു ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്. സോ അതിന് ശേഷമാണ് ഈ പോലീസ് അന്വേഷിച്ചപ്പോഴത്തേന് ഇവർക്ക് മനസ്സിലായി ഈ ഒരു പയ്യൻ പറയുന്നതിലാണ് ഏകദേശം ഒരു തെറ്റെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി തന്നെയാണ്. ഇതിൽ ഈ ഒരു പയ്യൻ്റെ ഭാഗത്താണ് തെറ്റെന്നാണ് ഇതുവരെ നിൽക്കുന്നത്. പക്ഷേ ഇത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, ഇപ്പോഴും കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഈ ഒരു കറൻറ്റായിട്ടുള്ള ഈ ഒരു സമയത്ത് എന്താണ് നടന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കേക്ക് എത്തിച്ചത്. നിങ്ങൾ എന്താണ് തോന്നിയെന്നുള്ളത് കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.